ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അളിയൻസ് ആൻഡ് നാത്തോൻസ്. അപ്പൊ ഇന്ന് മറ്റൊരു വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. എല്ലാവരും ക്ഷമിക്കണം, കാരണം നമ്മൾ കുറച്ച് ദിവസങ്ങളായി വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടെന്നറിയാം. കാരണം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ 2 കുട്ടികളായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഓഡിയോ കൊടുക്കാനും അപ്ലോഡ് ചെയ്യാനൊക്കെ നമുക്ക് ടൈം ഒരുപാട് വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മളൊരു ഇനാഗുറേഷന് പോവുകയാണ് കേട്ടോ. അതായത് നമ്മുടെ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ എന്ന് പറയുന്നത് തുമ്പിക്കുടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. അതിൽ നമ്മൾ ഫുഡ് ഏൽപ്പിച്ചത് എൻ്റെ ഒരു മാമനെയാണ്, ജയമാമ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മാമയുടെ പുതിയ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാട്ടോ നമ്മളിപ്പോൾ പോണേ. നമ്മളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു, അച്ഛനും അമ്മയും. അതായത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വന്നത്. അപ്പോൾ അച്ഛനും അമ്മയും ഭർത്താവിൻ്റെ സിസ്റ്ററും പിന്നെ ഹസ്ബൻഡും തുമ്പിക്കുട്ടിയും കൂടി ആട്ടോ പോകുന്നത്. അപ്പോൾ ജയമാമയുടെ 3ാമത്തെ ഒരു സംരംഭമാണ് കേട്ടത്. ജയമാമയ്ക്ക് കാറ്ററിംഗ് സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ട്. ഇതിപ്പോൾ 3ാമത്തെ ഔട്ട്ലെറ്റ് ആണ്, നോൺ വെജിറ്റേറിയൻ ഹോട്ടലാട്ടോ അത്. ഇത് നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ തോട്ടര സ്കൂൾ, മണ്ണാർക്കാട് തോട്ടര സ്കൂളിൻ്റെ അവിടെ ആയിട്ടാട്ടോ പുതിയ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഉണ്ട് കേട്ടോ, വളരെ ക്ലോസ് ആയിട്ടുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സും ഉണ്ട്, കസിൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസമാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച്. കാരണം ജയമാമ അല്ലെങ്കിൽ ഉഷമേമ അവരൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഞങ്ങളുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന ആൾക്കാരാണ് അവരൊക്കെ. അപ്പോൾ ജയമാമ പുതിയൊരു സംരംഭം തുടങ്ങുക എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ അത്രയും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ വേറെ ഇപ്പം എന്താ, പിന്നെ നമ്മളിതിന് മുമ്പ് അദ്രിയുടെ ചോറൂണിൻ്റെ അന്ന് റിട്ടേൺ തിരിച്ചു വരുമ്പോൾ ഇത് ഇറങ്ങി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഉദ്ഘാടനമൊന്നും കഴിഞ്ഞിട്ടില്ല, കുറച്ച് ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് നമ്മൾ ഇറങ്ങി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്ന് അവിടെ വന്നവർക്കൊക്കെ ചായയും ഇതൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ ഒരു കസിനാണ് കേട്ടോ, അമൃത. അതായത് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോളാണ്. ജയമാമ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററുടെ ഹസ്ബൻഡാണ്, മാമൻ. ഞങ്ങൾ ജയമാമ എന്ന് വിളിക്കും. പിന്നെ ജയമാമയുടെ ഭാര്യ ഉഷമേമ, അതാണ് ഞങ്ങളുടെ അച്ഛൻ്റെ സിസ്റ്റർ. ആകെ 2 ആൾക്കാർക്ക് ഒരേ ഒരു അനിയത്തിയാണ്, അതാണ് കേട്ടോ ഉഷമേമ. അവർ കോട്ടോപ്പാടം, മണ്ണാർക്കാട് കോട്ടോപ്പാടത്തായിട്ടാണ് താമസം. 3 മക്കളാണ്, ജിത്തു, മിന്നു, ചിന്നു. സോറി, മിന്നു, ജിത്തു, ചിന്നു. മിന്നു ആണ് കേട്ടോ മൂത്തത്. അവളെ എപ്പോഴും നടക്കഷ്ണം എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ കളിക്കുക, പക്ഷെ അവൾ നടുക്കഷ്ണമല്ല, അവളാണ് മൂത്ത കഷ്ണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെന്താ, അപ്പോൾ ഇത് ഹോട്ടലിൻ്റെ ഉൾഭാഗമാട്ടോ, കിച്ചണൊക്കെയാണ്. ക്ലീൻ അവർ അന്നേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാണ് കേട്ടോ. എല്ലാവരും കൂടിയായിട്ടൊരു ബഹളമായിരുന്നു. നമുക്ക് ഊഹിക്കാമല്ലോ, ഒരു ഇനാഗുറേഷൻ എന്ന് പറയുമ്പോൾ തിരക്ക് എങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനല്ല, ചിന്നു, അതായത് ഉഷമേമ്മയുടെ ഏറ്റവും ചെറിയ മോളാണ് കേട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ. പിന്നെന്താ, ഞാൻ എടുക്കുന്നതിനേക്കാളൊക്കെ നന്നായിട്ട് അവളെ എടുക്കും, അതുകൊണ്ടാണ് ഞാൻ അവളെ ഏൽപ്പിച്ച്. പിന്നെ നമുക്ക് ചെറിയൊരു ട്രോഫി കയ്യിലുള്ളതുകൊണ്ട് വിചാരിക്കുന്ന പോലെ എല്ലായിടത്തും എത്താൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലെങ്കിലും പക്ഷെ നമ്മുടെ ഒരു ശ്രദ്ധ എപ്പോഴും അവളുടെ മേത്ത് ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്തായിരുന്നു. ചിന്നു ആണ് കേട്ടോ ഉള്ളിൽ പോയിട്ട് ഇതൊക്കെ എടുത്ത്. ജയമാമയുടെ ഫുഡ് സൂപ്പറാണ് കേട്ടോ, ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. എനിക്ക് പ്രത്യേകിച്ച് ജയമാമയുടെ നോൺ വെജ് ഫുഡിനോടാണ് കുറച്ചുകൂടി താല്പര്യം കൂടുതൽ. പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പം ഇതൊക്കെ പുതിയതായിട്ട് വന്നിട്ടുള്ള ജോലിക്കാരാട്ടോ. ആദ്യം അവിടെ വെജിറ്റേറിയൻ ഷോപ്പിലുണ്ടായിരുന്നവരല്ലേ, ഇത് ഈ ഷോപ്പിന് വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവന്നവരാണ്. പിന്നെന്താ, എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എടത്തിയമ്മ ഉണ്ടായിരുന്നില്ല, എടത്തിയമ്മയുടെ വീട്ടിലാണ് കേട്ടോ. അന്ന് ചോറൂണ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഇതാണ് കേട്ടോ വീഡിയോ എടുത്തന്ന് നമ്മുടെ ചിന്നക്കുട്ടി. പിന്നെ വീഡിയോയുടെ ഫസ്റ്റ് ഞാൻ ജിത്തുവിനെയും മിന്നുവിനെയും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ജയമാമ, ഈ യെല്ലോ കളർ ഷർട്ടാണ് കേട്ടോ ജയമാമ. പിന്നെ ജയമാമയുടെ ഫ്രണ്ട്സാണെന്ന് തോന്നുന്നു, എനിക്ക് അവരത്ര പരിചയം പോരാ. അപ്പോൾ അവരൊക്കെ ഇതാണ് മിന്നു, മൂത്ത കുട്ടിയാണ്. മിന്നു തുമ്പിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഏട്ടൻ വന്നിട്ട് എന്തൊക്കെയോ കൊനിഷ്ഠ പറയുന്നുണ്ട്.
അപ്പോൾ വേറെ എന്താ, അപ്പോൾ ഇനിയും ജയമാമിക്ക് പെട്ടെന്ന് പുതിയ ഔട്ട്ലെറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒപ്പം ഉണ്ടാവും. അപ്പോൾ വേറെന്താ, അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.